വെൽക്കം ബാക്ക്. ഇത് നമ്മുടെ ഇഷ്യൂ ഓഫ് ഷെയറിൻ്റെ വീഡിയോ നമ്പർ 9 ആണ്. എൻ്റെ വീഡിയോ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഓർഡറിൽ കണ്ടുവരിക. ഓക്കെ സോ പിന്നെ പ്ലേലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്യൂ ഓഫ് ഷെയർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്, അതിനകത്തുണ്ടാവും ബാക്കിയുള്ള എല്ലാ വീഡിയോസും. ഓക്കെ, കോൾസ് ഇൻ ഏരിയർ. ഇന്നത്തെ ക്ലാസ് നമ്മുടേത് കോൾസ് ഇൻ ഏരിയർ ആണ്. കോൾസ് ഇൻ ഏരിയർ എന്ന് പറഞ്ഞാൽ എന്താന്നൊക്കെ പറയുന്നതിനേക്കാളും മുന്നേ രണ്ട് രീതിയിൽ ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ മെത്തേഡാണ് പറയാൻ പോകുന്നത്, അതിനുശേഷം പറയാം എന്താ മെത്തേഡ് എന്ന്. ഓക്കെ, വാട്ട് ഈസ് കോൾസ് ഇൻ ഏരിയർ? കമ്പനിക്ക് 10,000 ഷെയർ ഉണ്ട്. ഓക്കെ, ആൻഡ് അപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, ഫസ്റ്റ് കോൾ, ഫൈനൽ കോൾ. ഓക്കെ, കമ്പനി ഫസ്റ്റ് അപ്ലിക്കേഷൻ മണി അപ്ലൈ ചെയ്തു, അത് കംപ്ലീറ്റ് ചെയ്തു. അലോട്ട്മെൻറ്റ് വിളിച്ചു, അതും എല്ലാവരും അടച്ചു. ഫസ്റ്റ് കോൾ വിളിച്ചു, അതും എല്ലാവരും അടച്ചു. ആ എൻട്രി ഒക്കെ നിങ്ങൾ ഓൾറെഡി എഴുതി കഴിഞ്ഞു. ഓക്കെ, ബട്ട് ഇവിടെ വന്നപ്പം ഫൈനൽ കോൾ വിളിച്ചു കമ്പനി. ഈ 3 എൻട്രി നിങ്ങൾ ഓൾറെഡി എഴുതി. 3 എന്ന് പറഞ്ഞാൽ 6 എൻട്രി നിങ്ങൾ ഓൾറെഡി എഴുതി. കമ്പനി ഫൈനൽ കോൾ വിളിച്ചു. കമ്പനി ഫൈനൽ കോൾ വിളിക്കാൻ പോകുമ്പോൾ തന്നെ ആ കമ്പനീൻ്റെ അക്കൗണ്ടൻ്റ് ഇരുന്നിട്ട് ആ ഒരു എൻട്രി അങ്ങോട്ട് പാസ് ചെയ്യും അല്ലേ, ടു ഷെയർ ക്യാപിറ്റൽ. എത്ര? 10,000 ഇൻറ്റു 30, 3 lakh അല്ലേ. ഇവിടെ എഴുതിക്കോളേ, എല്ലാത്തിനും നരേഷനൊക്കെ എഴുതിക്കൊള്ളണേ. ഒറ്റ മാർക്കും നമുക്ക് സ്കിപ്പ് ആവാൻ പാടില്ല. സോ പെർഫെക്ഷന് വേണ്ടിയിട്ട് എപ്പോഴും ട്രൈ ചെയ്യുക. നന്നായിട്ട് പഠിക്കുന്ന മക്കളാണെങ്കിൽ പെർഫെക്ഷന് ട്രൈ ചെയ്യുക. അല്ല, നമുക്കറിയാം നമ്മുടെ ലെവൽ അല്ലേ, ചിലപ്പോൾ ആവറേജ് ആയിരിക്കാം, ബിലോ ആവറേജ് ആയിരിക്കാം. സോ അവരുടെ ആ ബേസിൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പം ദിസ് വൺ ഇസ്, ഇത് നമ്മൾ പാസ് ചെയ്യും ഫസ്റ്റ്. ബട്ട് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ, വിളിച്ചു കഴിഞ്ഞപ്പം ഇവിടെ കമ്പനി 10,000 അടക്കാൻ പറഞ്ഞു. ബട്ട് കമ്പനിക്ക് 9,000 ഷെയറിന് മാത്രമേ ഫൈനൽ കോൾ മണി കിട്ടിയുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താ? 1000 ഷെയർ ഹോൾഡർ ഫൈനൽ കോൾ മണി അടച്ചില്ല. ഓക്കെ, ഇനി എമൗണ്ട് വൈസ് നോക്കാം. കമ്പനിക്ക് എത്ര കിട്ടി? 9,000 ഷെയറിന് കിട്ടി. അപ്പോൾ 9,000 ഇൻറ്റു 30, 2,70,000 കമ്പനിക്ക് കിട്ടി. എത്ര കിട്ടിയില്ല? 1,000 ഇൻറ്റു 30 അല്ലേ. എരിയർ വന്നിരിക്കുന്നത് 1000 ഷെയറിനാണ്. 1000 ഇൻറ്റു 30, 30,000 കമ്പനിക്ക് കിട്ടിയില്ല. ഇതിനെയാണ് നമ്മൾ കോൾസ് ഇൻ ഏരിയർ എന്ന് വിളിക്കുക. ഇത് നമുക്ക് കിട്ടിയ പൈസ. ഓക്കെ, കോൾസ് ഇൻ ഏരിയർ. കമ്പനി കോൾ ചെയ്തു, ഷെയർ ഹോൾഡർ അടച്ചില്ല, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, സോ ഞാൻ രണ്ടാമത്തെ എൻട്രി എഴുതുകയാണ്. കിട്ടുന്ന എൻട്രി ടു ഷെയർ ഫൈനൽ കോൾ. ഓക്കെ, എത്ര കിട്ടി? 10,000 കിട്ടിയോ? എത്രന് കിട്ടി? 9,000 കിട്ടി. ബാങ്ക് എന്നല്ല, എത്ര കിട്ടി? എത്ര? 30. സോ ഇറ്റ് ഇസ് 2,70,000. കോൾസ് ഇൻ ഏരിയറിൻ്റെ എൻട്രി ഇവിടെ തീർന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. കോൾസ് ഇൻ ഏരിയറിന് സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ട് നോട്ട് മെയിൻറ്റെയിൻ, അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അങ്ങനെയുള്ള കേസിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മാത്രം എഴുതിയാൽ മതി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ബാലൻസ് ചെയ്യുമ്പം, ഫൈനൽ കോൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഫൈനൽ കോൾ അക്കൗണ്ടിൽ ഒരു ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവും 30,000. സോ അതായിരിക്കും കോൾസ് ഇൻ ഏരിയർ. അതിലോട്ടൊന്നും നിങ്ങൾ പോകുന്നില്ലേ, പോകണ്ട. കോൾസ് ഇൻ ഏരിയർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ എൻട്രി വരേണ്ടത്. ഓക്കെ, ഇനി കുറേ കഴിഞ്ഞപ്പം ഇയാൾ അടച്ചു എന്ന് വെച്ചോ. ആരടച്ചു? അടക്കാത്ത ആൾ അടച്ചു. എത്ര അടക്കാഞ്ഞത്? 30,000. സംശയമില്ലല്ലോ, എത്ര അടക്കാഞ്ഞത്? 1000 ഷെയറിന് 30 രൂപ വെച്ച് 30,000 ആണ് നമ്മുടെ കോൾസ് ഇൻ ഏരിയർ അല്ലേ. ഇത് മൈനസ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, കോൾസ് ഇൻ ഏരിയർ. കുറേ കഴിഞ്ഞപ്പം ഇയാളിത് അടച്ചു. അടക്കുമ്പോഴുള്ള എൻട്രി, വീണ്ടും അടക്കുമ്പോഴുള്ള എൻട്രി എഴുതണം. ബാങ്ക് അക്കൗണ്ട് എട്ടർ ടു, തിരിച്ചിട്ടാൽ മതി എന്നാരോ പറഞ്ഞ്. തിരിച്ചിടുകയാണോ വേണ്ടത്? അല്ല, കിട്ടുകയല്ലേ ചെയ്യുന്നത്, വീണ്ടും കിട്ടുക ചെയ്യുന്നത്. സോ ബാങ്ക് അക്കൗണ്ട് എട്ടർ ടു ഷെയർ ഫൈനൽ കോൾ 30,000, 30,000 ഏരിയർ മണി കിട്ടിയാൽ. ഓക്കെ, ഇനി ഏരിയറിന്
എരിയർ എന്ന് പറയുമ്പം എരിയറിന് ചിലപ്പം ആ ഡിഫോൾട്ടിങ് ഷെയർ ഹോൾഡർ, ഈ 1000 ഷെയറിൻ്റെ ആളുണ്ടല്ലോ, ഈ 1000 ഷെയർ അടക്കാത്ത 1000 ഷെയറിൻ്റെ ആൾ ചിലപ്പം ഇൻട്രസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഓക്കെ, കോൾസ് ഇൻ എരിയറിന് ചിലപ്പം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട വരും. കോൾസ് ഇൻ എരിയറിന് ഇൻട്രസ്റ്റ് കിട്ടുക ചെയ്യുക കമ്പനിക്ക് അല്ലേ, കാരണം ഷെയർ ഹോൾഡറിൻ്റെ അടുത്ത് നിന്ന് കമ്പനിക്ക് കിട്ടുക ചെയ്യുക. സോ കമ്പനിക്ക് ഇതൊരു ഇൻകം ആണ്, കമ്പനിക്ക് ഇങ്ങോട്ട് കിട്ടുക ചെയ്യുക അല്ലേ. കോൾസ് ഇൻ എരിയറിൻ്റെ അടക്കാത്തതിന് പലിശ കമ്പനി വാങ്ങിക്കുന്നു. സോ ഇറ്റ്സ് ആൻ ഇൻകം. ഇനി നമുക്ക് അതിൻ്റെ എൻട്രി ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഈ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യാൻ ആർട്ടിക്കിളിൽ ചിലപ്പം പറയും, ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എഴുതുമ്പം തന്നെ കമ്പനി ഡിസൈഡ് ചെയ്യും കോൾസ് ഇൻ എരിയറിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയെങ്കിലും ഇത്രയാണെന്ന് പറഞ്ഞിട്ട് എഴുതുകയാണെങ്കിൽ ആ എമൗണ്ടിന് വേണം നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കാൻ, ആ പെർസെൻറ്റേജിൽ വേണം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇനി ആർട്ടിക്കിൾ ഒന്നും പറയുന്നില്ലെങ്കിൽ കുറേ ടേബിൾ പഠിക്കാനുണ്ട് നിങ്ങൾക്ക് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തെ കമ്പനീസ് ആക്ട് 2013 പഠിച്ചവരാണ്. സോ ടേബിൾ എഫിൽ പറഞ്ഞിരിക്കുന്നത് 10% കൂടാത്ത ഒരു എമൗണ്ട്, നോട്ട് എക്സീഡിങ് 10% നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ എരിയർ ചാർജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ തരുന്നത് അല്ലെങ്കിൽ 10% കുറവ്. ഓക്കെ, അത് നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് കോൾസ് ഇൻ എരിയറിന് കളക്ട് ചെയ്യാം. ഇനി ഇൻട്രസ്റ്റിൻ്റെ എൻട്രി ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റിൻ്റെ എൻട്രി ഇവിടെ ഞാൻ പറഞ്ഞു ഇത് ഒരു ഇൻകം ആണ്. ഓക്കെ, ഇതൊരു ഇൻകം ആണ്, റൈറ്റ്. അപ്പോൾ ഞാൻ അതിൻ്റെ എൻട്രി എഴുതാൻ പോവുകയാണ്. ആദ്യം തന്നെ ഓക്കെ കിട്ടാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എൻട്രി പാസ് ചെയ്യുക. ഓക്കെ, ഈ ഷെയർ ഹോൾഡർ ഇവിടെ ഡിഫോൾട്ട് വന്നു. ഈ ഡിഫോൾട്ട് വന്ന ഉടനെ തന്നെ ഈ ഡിഫോൾട്ട് ഇവിടെ വന്നു. ഇതിനു മുന്നെയാണ്, ഇത് കിട്ടുന്നതിനേക്കാളും മുന്നേ ഇവിടെ നമ്മൾ ആ എൻട്രി പാസ് ചെയ്യണം. ഡിഫോൾട്ട് വന്ന നെക്സ്റ്റ് എൻട്രി, ഡിഫോൾട്ട് ഇവിടെ വരും. ഫസ്റ്റ് എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ അവിടെ എഴുതണം നമ്മുടെ എൻട്രി ഇസ് കിട്ടാനുണ്ട്. ഓക്കെ, സോ സൺട്രി whatever ഷെയർ ഹോൾഡർ എന്ന് എഴുതിയാൽ മതി. സൺട്രി ഷെയർ ഹോൾഡർ അക്കൗണ്ട്, ചിലപ്പോൾ പേരുണ്ടാവും ഷെയർ ഹോൾഡർ, അപ്പോൾ പേര് നിങ്ങൾ എഴുതണം. ടു ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ എരിയർ. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ എരിയർ. ഇൻട്രസ്റ്റ് റിസീവബിൾ, ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, ഇൻട്രസ്റ്റ് റിസീവബിൾ. ഈ എൻട്രി പാസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഓക്കെ ക്വസ്റ്റ്യൻ വരുമ്പം പറയാം. ഓക്കെ, ഇൻട്രസ്റ്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ്, ഒരു ഡേറ്റ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക, അത് നമുക്ക് അവിടെ പറയാം. എൻട്രി മാത്രം ഞാനിവിടെ പറയാം. സോ ഇത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഇങ്ങനെ ഇൻട്രസ്റ്റ് റിസീവബിൾ എന്ന് പറഞ്ഞ എൻട്രി, ഈ ഒരു എൻട്രി പാസ് ചെയ്തു. സോ ഇവിടെ അടച്ചിട്ടില്ല, ഞാൻ അതിൻ്റെ ആ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. സോ അടുത്തത് ഇൻട്രസ്റ്റ് തരുമ്പോൾ ഉള്ള എൻട്രി. ഇൻട്രസ്റ്റ് തരുമ്പോൾ ഉള്ള എൻട്രി കോഴ്സ് ബാങ്ക് ഇങ്ങോട്ട് വരും. ആര് തരും? ആ ഷെയർ ഹോൾഡർ തരും. സോ ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ഉള്ള എൻട്രി. ഓക്കെ, ഇൻട്രസ്റ്റ് ഡ്യൂ ആയി കാണിച്ചു, ഇൻട്രസ്റ്റ് കിട്ടി. എല്ലാ ഇയർ എൻഡിലും ഇൻട്രസ്റ്റ് PNL അക്കൗണ്ടിലേക്ക് മാറ്റണം. PNL അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ്സിലാണ് വരിക, ഇൻകം അല്ലേ. സോ ഇൻട്രസ്റ്റ് ഓൺ PNL അക്കൗണ്ട് ഇങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഇവിടെയല്ലേ ഇൻകം വരിക. സോ ഇതിൻ്റെ എൻട്രി എന്താ? ഈ ഭാഗത്ത് വരുന്ന ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ എരിയർ അക്കൗണ്ട് ഡെറ്റർ ടു PNL അക്കൗണ്ട്, ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ എരിയർ അക്കൗണ്ട് ഡെറ്റർ ടു PNL അക്കൗണ്ട്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റിൻ്റെ എൻട്രി. ഡ്യൂ ആവുന്ന എൻട്രി, കിട്ടുന്ന എൻട്രി, ഇയർ എൻഡിൽ PNL അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി. ഇനി ഈ എരിയർ മണി ഇയാൾ അടക്കുമ്പോഴുള്ള എൻട്രി സ്ട്രൈക്ക് ചെയ്തത് നോക്കണ്ടേ. ഇതാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ. എന്ത് എരിയർ ആണോ കിട്ടിയത് ആ ഒരു സംഭവം ഇവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യണം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കോൾസ് ഇൻ എരിയറിൻ്റെ ഒന്നാമത്തെ മെത്തേഡാണ്. ഒന്നാമത്തെ മെത്തേഡ് എന്താ? കോൾസ് ഇൻ എരിയർ എന്ന് പറയുന്ന അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാത്ത മെത്തേഡ്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് സെക്കൻഡ് ഇതെന്താ? ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന എൻട്രി, ഇൻട്രസ്റ്റ് റിസീവബിൾ.
ഇൻട്രസ്റ്റ് കിട്ടുന്ന എൻട്രി ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ടു P&L അക്കൗണ്ട്. ഇനി ഷെയറിൻ്റെ ആ എരിയർ ആവുന്ന ആ പൈസ കിട്ടുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ എന്നാണ്. ഏതാണോ എരിയർ വന്നത്. ഇവിടെ ആണെങ്കിൽ ടു ഷെയർ ഹോൾഡർ എന്നാണ് ഇൻട്രസ്റ്റ് കിട്ടുന്ന എൻട്രി. നിങ്ങൾ സ്വന്തമായിട്ടൊരു ബുക്കിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞിരിക്കുന്ന എൻട്രി ഒക്കെ എഴുതുക. നോട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഓക്കെ, അത് വെച്ച് പഠിക്കാം. അല്ലാത്ത ആളാണെങ്കിൽ ഈ ഒരു എൻട്രി ഒക്കെ അവിടെ എഴുതി വെക്കാം. ഓക്കെ, ഇതിൽ രണ്ടാമത്തത് കോൾസ് ഇൻ എരിയർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതും എന്നുള്ള. ഓക്കെ, സെയിം പ്രോബ്ലം, സെയിം ക്വസ്റ്റ്യൻ. അതേപോലെ ഒന്നാമത്തെ എൻട്രിയിൽ ഒരു മാറ്റവും ഇല്ല. രണ്ടാമത്തെ എൻട്രി ഇങ്ങനെ എഴുതാം. കോൾസ് ഇൻ എരിയർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എൻട്രിയും കൂടെ എഴുതണം. ഇതിൻ്റെ കൂടെ തന്നെ എഴുതാം, ബട്ട് ഞാനത് ഇവിടെ എഴുതാണ്. എന്നിട്ട് ഞാൻ കമ്പൈനായിട്ട് എഴുതിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, കോൾസ് ഇൻ എരിയർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ടു ഷെയർ ഫൈനൽ കോൾ. ഓക്കെ, എത്ര പൈസ എരിയർ വരുന്നത് 30,000 അല്ലടോ, 10,000 ഷെയറിന് 30 വെച്ച് ആ എരിയറിൻ്റെ പൈസ ഈ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, എരിയറിൻ്റെ പൈസ ഈ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതുന്നുണ്ടെങ്കിൽ എൻട്രി ഇങ്ങനെ വരും. ഈ രണ്ട് എൻട്രിയും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതുവാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ കോൾസ് ഇൻ എരിയർ അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ. ബാങ്ക് അക്കൗണ്ടിൽ 2,70,000, കോൾസ് ഇൻ എരിയർ അക്കൗണ്ടിൽ 30,000, ഫൈനൽ കോൾ അക്കൗണ്ടിൽ 3 lakh വരും. ഓക്കെ, ഇവിടെയും നിങ്ങൾ നോക്കിയാൽ മതി. ഫൈനൽ കോൾ അക്കൗണ്ടിൽ 2 പ്രാവശ്യം ക്രെഡിറ്റ് വന്നു. അപ്പോൾ 3 lakh ഇവിടെയുണ്ട്. കോൾസ് ഇൻ അഡ്വാൻസിൽ ഇത്ര, ബാങ്കിൽ ഇത്ര. ഒന്നിക്ക് 2 എൻട്രി ആയിട്ട് എഴുതാം, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ കോമ്പൗണ്ട് എൻട്രി ആയിട്ടും നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, ഇനി കിട്ടുമ്പോൾ എൻട്രി ഇൻട്രസ്റ്റിൻ്റെ എൻട്രിയിലൊന്നും ഒരു മാറ്റവും ഇല്ല. അതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇനി അഥവാ ഈ കോൾസ് ഇൻ എരിയറിൻ്റെ പൈസ കിട്ടുവാണെങ്കിൽ സ്വതവേ നമ്മൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ എന്ന് എഴുതാം. ബട്ട് കോൾസ് ഇൻ എരിയർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കോൾസ് ഇൻ എരിയർ അക്കൗണ്ട് എന്ന് എഴുതി ഈ കിട്ടുന്ന പൈസ ഇവിടെ കാണിക്കണം. ഓക്കെ, സ്വതവേ നമ്മൾ ഫോളോ ചെയ്യുക ഫസ്റ്റ് മെത്തേഡാണ്. ഈ മെത്തേഡ് നമ്മളങ്ങനെ ഫോളോ ചെയ്യില്ല. ഇനി എക്സാമിന് പ്രത്യേകം എടുത്ത് പറയുന്ന കോൾസ് ഇൻ എരിയർ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നാണെങ്കിൽ മാത്രം നിങ്ങളിത് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ചെയ്യാറ്. അപ്പോൾ ഞാനിപ്പം നിങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കുന്നത് 3 കാര്യമാണ്. കോൾസ് ഇൻ എരിയറിൻ്റെ രണ്ട് മെത്തേഡ്സ് പ്ലസ് ഇൻട്രസ്റ്റ് ഓൺ കോൾസ് ഇൻ എരിയർ. ഇത് 3ഉം നല്ല വൃത്തിക്ക് വീഡിയോ പോസ് ചെയ്യുക. ഇത് 3നെയും ഒന്നുകൂടെ നിങ്ങളെ രീതിയിലൊന്ന് നോക്കിയതിന് ശേഷം മാത്രം ഞാൻ ഇനി പറയാൻ പോകുന്നത് കോൾസ് ഇൻ അഡ്വാൻസ് ആണ്. അത് കണ്ടാൽ മതി. സോ നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക. ഓക്കെ, സോ കോൾസ് ഇൻ അഡ്വാൻസ്. ഓക്കെ, കോൾസ് ഇൻ അഡ്വാൻസ് കോൾസ് ഇൻ എരിയറിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. വിളിക്കുക. ഇതിപ്പം 20, 30, 20, 30. ഓക്കെ, കമ്പനി ആപ്ലിക്കേഷൻ കഴിഞ്ഞു, അലോട്ട്മെൻറ്റ് കഴിഞ്ഞു. ഫസ്റ്റ് കോൾ വിളിച്ചപ്പോൾ തന്നെ ഒരാൾ ഫൈനൽ കോളിൻ്റെ പൈസയും കൂടെ അടച്ചു. ഫൈനൽ കോൾ വിളിച്ചിട്ടില്ല. ഫസ്റ്റ് കോൾ വിളിച്ചപ്പം അതിൻ്റെ കൂടെ തന്നെ ഫൈനൽ കോളിൻ്റെ പൈസയും അടച്ചു. ഇതിനെയാണ് നമ്മൾ കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഫസ്റ്റ് കോളാണ് വിളിച്ചത്. ഞാൻ ഫസ്റ്റ് കോൾ വിളിക്കുമ്പോൾ എൻട്രി എഴുതാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അത് നമുക്ക് ക്ലിയർ ആയിക്കോളും കേട്ടോ. ഓക്കെ, 20,000 എത്രയാണ് നമ്മളെ ഷെയർ? 10,000. സോ 2 lakh വരും. ഓക്കെ, അടുത്തത് കിട്ടുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ഫസ്റ്റ് കോൾ. എത്രയാണ് കിട്ടേണ്ട? 10,000 × 20. സോ നമുക്ക് 2 ലക്ഷം കിട്ടണം. പക്ഷേ ഈ സമയത്ത് തന്നെ 1000 ഷെയർ നമുക്ക് 2,000 ആക്കാം. ഓക്കെ, 2,000 ഷെയർ ഹോൾഡ് ചെയ്യുന്ന ഒരാൾ ഈ കോളിൻ്റെ കൂടെ തന്നെ ഈ ഫൈനൽ കോളും കൂടെ അടച്ചു. അപ്പോൾ എത്ര അടച്ചു? 30 രൂപയാണ് ഫൈനൽ കോൾ. അപ്പോൾ നമുക്ക് 60,000 രൂപ അയാൾ അഡ്വാൻസ് ആയിട്ട് അടച്ചു. ഏതിൻ്റെ കൂടെ?
ഫസ്റ്റ് കോളിൻ്റെ കൂടെ. അപ്പോൾ ഫസ്റ്റ് കോളിൻ്റെ ബാങ്കിൽ വരുമ്പം, ഫസ്റ്റ് കോളിൻ്റെ മണി വരുമ്പം 2 ലക്ഷം ഓൾറെഡി അയാൾ അടച്ചിട്ടുണ്ട്, ഇത് അടച്ചു, പ്ലസ് ഒരാൾ 60,000 എക്സ്ട്രാ അടച്ചു. സോ ബാങ്ക് അക്കൗണ്ടിലോട്ട് 2,60,000 വരും. 2 ലക്ഷം ഫസ്റ്റ് കോളിൻ്റെയും ബാക്കി വരുന്ന ഇങ്ങനെ വരും. കോൾസ് ഇൻ അഡ്വാൻസ് ഓഫ് വാട്ട്? ഫൈനൽ കോൾ 60,000. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇങ്ങനെ എഴുതാം, കോൾസ് ഇൻ അഡ്വാൻസ്. നരേഷനകത്ത് വേണം കോൾസ് ഇൻ അഡ്വാൻസ് ഏതിൻ്റെയാണ്? ഫൈനൽ കോളിൻ്റെ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ ഈ കോൾ വിളിക്കാൻ പോവാണ്. ഓക്കെ, ഇയാളിത് നേരത്തെ അടച്ചു, നമ്മൾ ഈ എൻട്രി ഒക്കെ പാസ് ചെയ്തു. ഇനി ഞാൻ ഫൈനൽ കോൾ വിളിക്കാൻ പോകുമ്പോൾ എൻട്രി എഴുതാണ്. ഓക്കെ, ഇതെവിടെ നിന്നാണ് കിട്ടിയ? 20,000 × 30. ഓക്കെ, ഇനി ഷെയർ ഫൈനൽ കോൾ അക്കൗണ്ട് വിളിക്കുവാണ്. ഓക്കെ, ഷെയർ ഫൈനൽ കോൾ ടു ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ 10,000 × 30, 3 lakh വേണം അല്ലേ? ഇനി കിട്ടുമ്പോൾ എൻട്രി, ബാങ്ക് അക്കൗണ്ട് ലെറ്റർ ടു ഷെയർ ഫൈനൽ കോൾ. ഓക്കെ, 3 lakh കിട്ടാനുണ്ട്. 60,000 നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു അല്ലേ? കോൾസ് ഇൻ അഡ്വാൻസ് ആയിട്ട് 60 ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി എത്രയേ കിട്ടുള്ളൂ? 3 ലക്ഷം കിട്ടുമോ? ഇല്ല, 3 ലക്ഷത്തിൽ എത്ര കുറവായിരിക്കും? 60,000 കുറവായിരിക്കും. സോ നമുക്ക് 2,40,000 മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, 2,40,000, 2,40,000. നമ്മൾ ഫൈനൽ കോൾ അക്കൗണ്ട് നോക്കി, ഇവിടെ ക്രെഡിറ്റിൽ 30 ഉണ്ട്, ഡെബിറ്റിൽ 2,40,000. ടാലി ആയോ? ഇല്ല. സോ ഒരു എൻട്രിയും കൂടെ നിങ്ങൾ പാസ് ചെയ്യണം. ഈ കോൾസ് ഇൻ അഡ്വാൻസ് ക്യാൻസൽ ചെയ്യണം. കോൾസ് ഇൻ അഡ്വാൻസ് എത്രയാ? കോൾസ് ഇൻ അഡ്വാൻസ് 60,000 ടു ഷെയർ ഫൈനൽ കോൾ 60,000. ഇപ്പം നിങ്ങൾ നോക്കിയാട്ടെ, ശരിയായില്ലേ? ഫൈനൽ കോളിൽ 3 lakh ക്രെഡിറ്റിലുണ്ട്, ഡെബിറ്റിൽ 2 lakh, ഡെബിറ്റിൽ 60, 3 lakh. ഓക്കെ, സോ ഇങ്ങനെ വേണം കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ എൻട്രി എഴുതാൻ. ഐ എം അഗെയിൻ റിപ്പീറ്റിംഗ്, ഫസ്റ്റ് കോളിൻ്റെ കൂടെ സെക്കൻഡ് കോളിൻ്റെ പൈസ കിട്ടി. സോ ഇതാണ് നമ്മുടെ എൻട്രി, കോൾസ് ഇൻ അഡ്വാൻസ് എന്ന് എഴുതണം. ഫൈനൽ കോൾ വിളിക്കുമ്പോഴുള്ള എൻട്രി, ഫൈനൽ കോളിൽ കിട്ടുമ്പം ആ ഒരു എമൗണ്ട് കുറച്ചിട്ടേ നമുക്ക് കിട്ടുള്ളൂ. പിന്നെയോ ഈ കോൾസ് ഇൻ അഡ്വാൻസിൻ്റെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മളത് ഫൈനൽ കോളിലേക്ക് കൊണ്ടുവരണം. ഓക്കെ, ഈ ഒരു എൻട്രിയും നിങ്ങൾ നോക്കുക. ഇനി നമുക്കത് ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലം ചെയ്യാം.